എല്ലാ ഉപാധികളോടും കൂടി രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് ഇറാനും പച്ചക്കൊടി കാട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചുകൊണ്ട് ട്രംപ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഹോർമൂസ് ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി തന്നെ തുറന്നു നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. നാഗരികത ഇന്ന് രാത്രി ഇല്ലാതാക്കുമെന്ന് കടുത്ത ഭീഷണി മുഴക്കിക്കൊണ്ട് ട്രംപ് രംഗത്ത് വന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വെടിനിർത്തൽ രണ്ടാഴ്ചത്തേക്കായി തന്നെ ധാരണയിലെത്തിയതായി വ്യക്തമാക്കുന്നത്. വെടിനിർത്തലിൽ ശുഭസൂചനയുണ്ടെന്ന് ഇറാൻ പ്രതികരിക്കുകയും എന്നാൽ ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയ നിലപാടിലെ വാക്കുകൾ ഇങ്ങനെയാണ്. ചർച്ചയ്ക്കായി ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളുടെ പൊതുവായ ചട്ടക്കൂട് അംഗീകരിക്കുന്നതായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തലാക്കുകയാണ് എങ്കിൽ ഞങ്ങളുടെ കരുത്തുറ്റ സായുധ സേന പ്രതിരോധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്നതാണ് ഇവിടെ അബ്ബാസ് അരാക്ചി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ കുറിച്ചിരിക്കുന്നത്. രണ്ടാഴ്ചത്തേക്ക് ഇറാന്റെ സായുധ സേനയുമായുള്ള ഏകോപനത്തിലൂടെയും അവിടെ സാങ്കേതികമായ പരിമിതികൾ കണക്കിലെടുത്തും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതം സാധ്യമാകുമെന്നതാണ് അരാക്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഒരു മാസത്തിലേറെയായി തന്നെ പശ്ചിമേഷ്യയെ അതിരൂക്ഷമായി തന്നെ, അതായത് രക്തരൂക്ഷിതവും സംഘർഷഭരിതവുമായ യുദ്ധത്തിൽ താൽക്കാലിക വിരാമമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ട്രംപിന്റെ അന്ത്യശാസനം അവസാനിപ്പിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ തന്നെ ഇറാനും US-ഉം താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഈ വെടിനിർത്തൽ സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്. ആക്രമണങ്ങൾ നിർത്തിയാൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് അവിടെ നിബന്ധനകളോടെ തന്നെ സമ്മതിച്ചതായി ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം അവിടെ അനുഭവിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഫീൽഡ് മാർഷൽ അസീം മുനീറുമായുള്ള സംഭാഷണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിൽ നടത്തിയിരുന്ന വിനാശകരമായ സൈനിക നടപടി താൽക്കാലികമായി തന്നെ നിർത്തിവെക്കുന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ്. ഹോർമുസ് തുറന്നു നൽകുകയാണ് എങ്കിൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അവിടെ ഉടനടി തന്നെ സുരക്ഷിതമായും തന്നെ തുറക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഇറാൻ ബോംബ് ആക്രമണവും മറ്റു ആക്രമണങ്ങളും രണ്ടാഴ്ചത്തേക്ക് കൂടി ഞാൻ നിർത്തിവെക്കാൻ സമ്മതിക്കുന്നതായും തന്നെ, മാത്രമല്ല ഇതൊരു ഇരുപക്ഷ സമ്മതത്തിലുള്ള വെടിനിർത്തലായിരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലുള്ള കാരണം ഞങ്ങൾ ഇതിനോടകം തന്നെ ഈ സൈനിക ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും അതിനപ്പുറം പോവുകയും ചെയ്തു എന്നതാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ ഇറാനുമായുള്ള ദീർഘകാല സമാധാനം സംബന്ധിച്ച ഒരു നിശ്ചിത ഉടമ്പടിയിലും മധ്യേഷ്യയിലെ സമാധാനത്തെക്കുറിച്ചും ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നുവെന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.